ഫ്രണ്ട്സ്, പവിത്രം സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ വിക്രം ഗുണ്ടകളെ അടിച്ചു ഒതുക്കുകയാണ് കേട്ടോ. അത് നമ്മുടെ രാധയെ വിവാഹം കഴിക്കാൻ എത്തുന്ന ആ ഗുണ്ടകളെയാണ് അടിച്ചു ഒതുക്കുന്നത്. അങ്ങനെ അയ്യപ്പൻ വന്നിട്ട് പരാതിയൊക്കെ വീട്ടിൽ പറഞ്ഞ് ആകെ മൊത്തം പ്രശ്നമാകുന്ന സീനുകളൊക്കെ ഉണ്ട്. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതിനൊക്കെ ശേഷം ഈ ഗുണ്ടകൾക്കൊക്കെ അങ്ങ് വൈരാഗ്യമാകാണ്. എന്തായാലും ഈ വിക്രം ഇവൻ നമ്മളെ ഇട്ട് പണിതപ്പോൾ നമുക്ക് തിരിച്ചെന്തെങ്കിലും ചെയ്യണ്ടേന്ന് അവർ തീരുമാനിക്കുകയാണ്. എന്നിട്ട് അവർ പറയുന്നുണ്ട്, അവൻ്റെ കുടുംബത്തിൽ കയറി കളിക്കണം, അവൻ്റെ വീട്ടിൽ ഒരാളെ ശരിയാക്കിയിടണം, എന്നാൽ മാത്രമേ ഉള്ളൂ ഇത് ശരിയാവുള്ളൂ എന്ന് വിചാരിക്കുകയാണ്. എന്നിട്ട് അതിലൊരുത്തൻ പറയുന്നുണ്ട്, അത് നമുക്ക് അവൻ്റെ അച്ഛനെ തന്നെ തട്ടാം, അവൻ്റെ അച്ഛനെയും അമ്മയും തട്ടിയാൽ മാത്രമേ ഉള്ളൂ അവന് വിഷമം ഉണ്ടാവുള്ളൂ, അവൻ നമ്മുടെ കർണത്തടിച്ച ഓരോ അടിയും അവൻ്റെ വീട്ടിൽ തന്നെ വീഴണം, കണ്ണുനീര് കൊണ്ട് ആ വീട് നിറയണം എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അങ്ങനെ സുധാകരൻ മാഷിനെയും കമലയെയും കൊല്ലാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ് കേട്ടോ ഈ ഗുണ്ടകൾ. അങ്ങനെ ഇവരെ വാച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കമലത്തിനെ ഹോസ്പിറ്റലിൽ കാണിക്കാനായിട്ട് സുധാകരൻ മാഷ് പോയിരിക്കുന്നത്. രണ്ടുപേരും വരുന്നത് ഈ ഗുണ്ടകൾ ഇങ്ങനെ വാച്ച് ചെയ്യുകയാണ്. അങ്ങനെ വരുമ്പോഴാണ് രണ്ടുപേരും കൂടെ റോഡിൽ കൂടി ഇങ്ങനെ നടന്നു വരികയാണ് കേട്ടോ. വരുമ്പോഴേക്കും ഈ ഒരു ഗുണ്ട പുറകിൽ കൂടെ വന്നിട്ട് കത്തിയൊക്കെ കൈ പുറകിൽ പിടിച്ചിട്ട് വരികയാണ് സുധാകരൻ മാഷിനെ കുത്താനായിട്ട്. സുധാകരൻ മാഷിൻ്റെ അടുത്തോട്ട് ഓടി ഓടി അയാൾ വരുമ്പം കമല ഇത് കാണുകയാണ് കേട്ടോ. കമല നോക്കുമ്പം വേറൊരു വണ്ടി അവിടുന്ന് വരുന്നുണ്ട്. ആ വണ്ടി ആ പയ്യനെ ഇടിച്ചിടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കമലം അയാളെ പിടിച്ച് തള്ളുകയാണ്. അയാൾ റോഡിലേക്ക് വീഴുകയാണ് കേട്ടോ. അപ്പോഴേക്കും ആ വണ്ടിക്കാരൻ കൊണ്ട് വണ്ടി നിർത്തിയിട്ട് പറയാണ്, ഹോ നന്നായി, അമ്മ തള്ളിയിട്ടില്ലായിരുന്നെങ്കിൽ ദേ ഇവൻ്റെ ദേഹത്ത് ഈ വണ്ടി കയറിയേനെ. എവിടെ നോക്കിയാടോ നടക്കുന്നത്? നേരെ നോക്കി നടക്കണ്ടേ റോഡിൽ? ഈ അമ്മ തള്ളിയിട്ടത് കൊണ്ട് മാത്രമാണ് നീ രക്ഷപ്പെട്ടത്, ഇല്ലെങ്കിൽ എൻ്റെ വണ്ടിക്കടിയിൽ പോയേനെ. ഇതിൻ്റെ പേരിൽ ഞാൻ സ്റ്റേഷൻ കയറി ഇറങ്ങേണ്ടി വന്നേനെ എന്നൊക്കെ പറയാണ്. അപ്പോൾ ഗുണ്ട എണീക്കുകയാണ്. ഗുണ്ട നോക്കുമ്പോൾ കമല പറയുന്നുണ്ട്, മോനെ സൂക്ഷിച്ച് നടക്കണ്ടേ, നിൻ്റെ നേരെ വണ്ടി ഇടിക്കാൻ വരുന്നത് കണ്ടിട്ടാ ഞാൻ നിന്നെ തള്ളിയിട്ടത്, മോൻ എന്തെങ്കിലും പറ്റിയോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ആ ഗുണ്ട മനസ്സിൽ വിചാരിക്കുകയാണ്, എന്തൊരു നല്ല അമ്മയാണ്, ഇവരെ കൊല്ലാനാണല്ലോ ഞാൻ കൊട്ടേഷൻ എടുത്ത് വന്നത്, ഇവരെ കൊല്ലാൻ വേണ്ടി ഞാൻ വന്നപ്പോഴാണല്ലോ ഇവരെൻ്റെ ജീവൻ രക്ഷിച്ചത് എന്നൊക്കെ പറയാണ്. ഈ അമ്മ തന്നത് ദാനമാണ് നിൻ്റെ ജീവൻ എന്നൊക്കെ ആ വണ്ടിക്കാരനും പറയുന്നുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ ഈ ഗുണ്ടയുടെ കണ്ണിങ്ങനെ നിറഞ്ഞു വരികയാണ് കേട്ടോ. ഇവരെ തന്നെയാണല്ലോ ഞാൻ കൊല്ലാൻ പോയതെന്നൊക്കെ ഓർത്തിട്ട് അയാൾ ആ കൃത്യത്തിൽ നിന്ന് പിൻവാങ്ങുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അയാൾ വിചാരിക്കുന്നുണ്ട്, ഞാനിത് ചെയ്തില്ലേലും അവരിൽ ആരെങ്കിലും ഒരാൾ ഇത് ചെയ്യും, ഇയാളെ ഇന്ന് തന്നെ കൊല്ലാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്. അങ്ങനെ സുധാകരൻ മാഷ് കമലത്തിനെ വീട്ടിലേക്ക് പറഞ്ഞയക്കുന്നുണ്ട്. വീട്ടിലേക്ക് പറഞ്ഞയച്ചതിന് ശേഷം സുധാകരൻ മാഷ് അമ്പലത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പോകുമ്പോഴേക്കും ആണ് ഈ ഗുണ്ടകൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് സുധാകരൻ മാഷിനെ കൊല്ലാൻ. ക്ഷേത്രത്തിൽ വെച്ച് കൊല്ലണം എന്നൊന്നുമല്ല, ക്ഷേത്രത്തിന് പുറത്ത് എവിടെയെങ്കിലും വെച്ച് കൊല്ലാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. സുധാകരൻ മാഷാണെങ്കിൽ അമ്പലത്തിലേക്ക് പോവുകയും ചെയ്തു. ഈ സമയമാണ് ഈ ഗുണ്ടകളിൽ ഒരാൾ വിക്രത്തിൻ്റെ വീട്ടിലേക്ക് ഓടി വരികയാണ്. അപ്പോഴേക്കും അങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട് നമ്മുടെ വേദ ചോദിക്കുക, നിങ്ങൾ ആരാ എന്ന് ചോദിക്കുമ്പോൾ പറയാണ്, ഞാനൊരു വിക്രത്തിൻ്റെ എതിരാളിയാണ്, വിക്രത്തിൻ്റെ ഒരു ശത്രുവാണെന്ന് പറയാണ്. അപ്പം നന്ദിനി ചോദിക്കുന്നുണ്ട്, വിക്രത്തിൻ്റെ ശത്രുവൊക്കെ ഇങ്ങോട്ട് എന്തിനാണ് വരുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അയാൾ പറയാണ്, അത് ഒരു കൊട്ടേഷനുണ്ട്, വിക്രത്തിൻ്റെ അച്ഛനെ കൊല്ലാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറയാണ്. അപ്പോഴേക്കും കമല കരയാണ്, അയ്യോ എൻ്റെ സുധാകരൻ മാഷ് അമ്പലത്തിലേക്ക് പോയിരിക്കുകയാണല്ലോ, എന്താ ചെയ്യുക? അപ്പോൾ അയാൾ പറയുന്നുണ്ട്, വിക്രത്തിനോടുള്ള ശത്രുത തീർക്കാൻ അവരെന്തായാലും അത് ചെയ്യും, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക, അയാളെ എങ്ങനെയെങ്കിലും അവിടുന്ന് മാറ്റാൻ ശ്രമിക്കുക എന്നൊക്കെ പറയുകയാണ് വേദയോട്. എന്നിട്ട് അയാൾ അങ്ങ് പോവുകയാണ് കേട്ടോ. അപ്പോഴേക്കും കമല അവിടെ കിടന്ന് കരയാണ്. കമല ആണെങ്കിൽ ഫോൺ എടുത്തിട്ട് സുധാകരൻ മാഷിനെ വിളിക്കുന്നുണ്ട്. പക്ഷേ സുധാകരൻ മാഷ് ഫോൺ എടുക്കുന്നുമില്ല. ആ സമയം കമലം, അയ്യോ എന്ത് ചെയ്യും, മാഷിൻ്റെ ജീവൻ അപകടത്തിലാണല്ലോ, സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുത്താലോ എന്നൊക്കെ ഇങ്ങനെ തീരുമാനിക്കുകയാണ്. അപ്പോൾ വേദയ്ക്കൊരു പെട്ടെന്നൊരു ബുദ്ധി തോന്നുകയാണ്. വേദ അപ്പോൾ ഫോൺ എടുത്തിട്ട് വേദയുടെ അച്ഛനെ വിളിക്കുകയാണ്. വിളിച്ചിട്ട് പറയാണ്, അച്ഛാ ഒരു കാര്യം ചെയ്യണം, എനിക്ക് അച്ഛനോടൊന്ന് സംസാരിക്കാനായിട്ടുണ്ട്. അപ്പം ഉടനെ തന്നെ ശങ്കരനാരായണൻ ചോദിക്കുകയാണ്, എന്താ നിനക്ക് സംസാരിക്കാനുള്ളത്?
അത് അച്ഛൻ ക്ഷേത്രത്തിലേക്കൊന്ന് വരണം, അമ്പലത്തിൽ വെച്ച് ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഉടനെ പറയുകയാണ് ശങ്കരനാരായണൻ, ഞാനിപ്പോൾ കുറച്ച് തിരക്കാണ് എന്ന് പറയാണ്. അപ്പം വേദ പറയുക, 10 മിനിറ്റിനുള്ളിൽ അച്ഛൻ അമ്പലത്തിലെത്തണം, ഞാൻ അവിടെ ഓടിയെത്തും. ആ സമയത്ത് ഞാൻ അച്ഛനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കും. അത് അച്ഛൻ അംഗീകരിച്ച ഈ താലി ഞാൻ പൊട്ടിച്ചെറിയാൻ തയ്യാറാണ് എന്ന് പറയാണ്. അത് കേൾക്കുമ്പോൾ ശങ്കരനാരായണൻ വിശ്വസിക്കുകയാണ് കേട്ടോ. വേദ എങ്ങനെയെങ്കിലും താലി പൊട്ടിച്ചെറിയുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പറയാണ്, വരാം മോളെ, ഞാൻ ഉടനെ തന്നെ ക്ഷേത്രത്തിലേക്ക് വരാം, നീ അവിടെ കാണണമെന്ന് പറയാണ്. ഉടനെ വരണം, 10 മിനിറ്റിനുള്ളിൽ അവിടെ എത്തണം എന്ന് പറയാണ്. ഈ സമയത്താണെങ്കിൽ സുധാകരൻ മാഷ് ക്ഷേത്രത്തിൽ തൊഴുതുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് വേദ പോലീസ് സ്റ്റേഷനിലേക്കും വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, സാർ, ഞാനൊരു ഇൻഫർമേഷൻ തരാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ്. അപ്പോൾ പോലീസുകാരൻ ചോദിക്കുക, എന്ത് ഇൻഫർമേഷൻ? അത് അമ്പലത്തിലേക്ക് പോയിട്ടുണ്ട് ജില്ലാ ജഡ്ജി ശങ്കരനാരായണൻ. അദ്ദേഹത്തെ കൊല്ലാനായിട്ട് കുറേ ഗുണ്ടകൾ പ്ലാൻ ഇടുന്നുണ്ട്, ഒരു 4 ഗുണ്ടകൾ. അവന്മാർ ആ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് തന്നെയുണ്ട്. ജഡ്ജി അവിടെ എത്തിക്കഴിഞ്ഞാൽ ജഡ്ജിയെ കുത്തിക്കൊല്ലാനാണ് അവരുടെ പ്ലാൻ. അതുകൊണ്ട് അതിനു മുമ്പ് ജഡ്ജിയെ രക്ഷിക്കണം, നിങ്ങൾ അവിടെ എത്തണം, അവന്മാരെ അറസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറയാണ്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, നിങ്ങളാരാണ്, നിങ്ങൾ എന്തിനാണ് ഇത് പറഞ്ഞതെന്ന് ചോദിക്കും. വേദ പറയാണ്, ഒരു ഇൻഫർമേഷൻ ഞാൻ തന്നു, അതുകൊണ്ട് നിങ്ങൾ അന്വേഷിക്കാൻ പറ്റുമെങ്കിൽ അന്വേഷിക്കുക, പെട്ടെന്ന് വേണം, ഇല്ലെങ്കിൽ ജീവൻ ആപത്താണ് എന്ന് പറയാണ്. എന്നിട്ട് വേദ ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ. ആ സമയത്ത് അത് വേദയുടെ ഒരു ട്രിക്കായിരുന്നു. അങ്ങനെ ശങ്കരനാരായണൻ ഓടിപ്പടിച്ച് അമ്പലത്തിലെത്തുകയാണ്. അമ്പലത്തിലെത്തി അവിടെയെല്ലാം ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേദയെ കാണുന്നില്ല. അവിടെ തന്നെയുണ്ട് നമ്മുടെ സുധാകര മാഷും. ആ സമയത്താണ് ഗുണ്ടകളെല്ലാം പുറത്ത് തന്നെ നിൽക്കുകയാണ്. അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വന്നു കഴിയുമ്പോൾ സുധാകര മാഷിനെ കുത്തി വീഴ്ത്തുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അപ്പോഴേക്കും പെട്ടെന്ന് പോലീസ് വണ്ടി അവിടെ എത്തുകയാണ്. പോലീസ് വണ്ടി വന്നിട്ട് അവിടെ നിൽക്കുകയാണ്. നിന്ന് കഴിയുമ്പോൾ ഈ ഗുണ്ടകളങ്ങ് പരുങ്ങുകയാണ്. പോലീസിനെ കണ്ട് അവർ ഓടാൻ ശ്രമിക്കുമ്പോഴേക്കും ആ ഗുണ്ടകളെ പോലീസുകാർ പിടിക്കുകയാണ് കേട്ടോ. പിടിച്ചിട്ട് ഇടിച്ച് വണ്ടിയിലൊക്കെ കയറ്റുന്നുണ്ട്. അപ്പോൾ പറയാണ്, എടാ, നിങ്ങൾ ജില്ലാ ജഡ്ജിയെ കൊല്ലാൻ വേണ്ടി വന്നതാണല്ലേ, അതായിരുന്നു നിങ്ങളുടെ കൊട്ടേഷൻ, കയറുടെ വണ്ടിയിൽ എന്ന് പറയാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട്, ജില്ലാ ജഡ്ജിയെ കൊല്ലാനോ? ആ അതെ, വണ്ടി കയറ് എന്ന് പറഞ്ഞ് അവരെ പിടിച്ച് വണ്ടി കയറ്റി കൊണ്ടുപോവാണ്. എന്നിട്ട് ചെന്നിട്ട് ശങ്കരനാരായണൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് പോലീസുകാർ പറയുന്നുണ്ട്, സാറിൻ്റെ ജീവൻ ആപത്താണ്, സാർ ഉടനെ വണ്ടി കയറണം, സാറിനെ ഞങ്ങൾ സുരക്ഷിതമായ സ്ഥലത്തെത്തിക്കാം, സാറിന് വേണ്ടി കൊട്ടേഷൻ കൊടുത്തവരുണ്ട്, ഇവിടെ സാറിനെ കൊല്ലാൻ കുറച്ച് ഗുണ്ടകളുണ്ടായിരുന്നു. അപ്പോൾ ശങ്കരനാരായണൻ പറയാം, ഏത് ഗുണ്ടകൾ? എൻ്റെ മോളെ കാണാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നത്, അവളെ കാണാതെ ഞാൻ പോയില്ല എന്ന് പറയാണ്. അത് പറഞ്ഞാൽ പറ്റില്ല സാർ, സാറിനെ രക്ഷിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഡ്യൂട്ടിയാണ്, അതുകൊണ്ട് സാറ് ഞങ്ങളുടെ കൂടെ വരണം എന്ന് പറയാണ്. അങ്ങനെ നിർബന്ധിച്ച് ശങ്കരനാരായണനെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ശങ്കരനാരായണൻ പറയുന്നുണ്ട്, ഈ ഇൻഫർമേഷൻ ഇത് കറക്റ്റായിട്ട് ക്ഷേത്രത്തിലേക്കാണ് താങ്കൾ വന്നതെന്നും താങ്കളെ കൊല്ലാൻ ആളുകൾ പുറകെ ഉണ്ടെന്നും ഒക്കെ ഞങ്ങൾ അറിഞ്ഞാണ്, അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ വരണമെന്ന് പറയാണ്. അങ്ങനെ ശങ്കരനാരായണനെ കൂട്ടിക്കൊണ്ട് അവർ പോവുകയാണ്. അത് കഴിയുമ്പോഴേക്കും അകത്ത് കയറിയൊക്കെ സെർച്ച് ചെയ്യുമ്പോഴാണ് നമ്മുടെ സുധാകര മാഷിനെ പോലീസുകാർ കാണുന്നത്. സുധാകര മാഷിനെ കാണുമ്പം പറയുന്നുണ്ട് അവർ, ഇത് ശങ്കരനാരായണ സാറിൻ്റെ മകളെ കെട്ടി ഇയാളുടെ അച്ഛനല്ലേ, ഒരു ഗുണ്ടയുടെ കൂടെ അവൻ പോയെന്ന് പറഞ്ഞു, അവൻ്റെ അച്ഛനാ, അപ്പോൾ ഇയാളുടെ ജീവനും ആപത്താണ്, മാത്രമല്ല ഒരു അധ്യാപകനാണ്, അതുകൊണ്ട് ഈ സാറിനെ കൂടി നമുക്ക് വീട്ടിലേക്ക് എത്തിക്കാം എന്ന് പറഞ്ഞിട്ട് മാഷിനോട് വന്ന് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് മാഷിനെ പോലീസ് ജീപ്പിൽ കയറ്റിയിട്ട് വീട്ടിൽ കൊണ്ട് ഇറക്കുകയാണ്. വീട്ടിലിറക്കുമ്പോൾ അതിലൊരു പോലീസുകാരൻ മാഷിൻ്റെ ശിഷ്യനായിരുന്നു കേട്ടോ. അപ്പോൾ മാഷിനോട് ഒരുപാട് കാര്യങ്ങൾ പറയും, നന്ദി പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ വേദയും കമലയും എല്ലാവരും കാത്തു നിൽക്കുകയാണ് മാഷിനെ. അപ്പോഴേക്കുമാണ് പോലീസ് ജീപ്പ് വന്ന് നിൽക്കുന്നത്. പോലീസ് ജീപ്പിൽ നിന്ന് മാഷിനെ സുരക്ഷിതമായിട്ട് അവിടെ ഇറക്കി വിടുവാണ്. ഇറക്കി വിട്ടിട്ട് ഒരു സല്യൂട്ടൊക്കെ കൊടുത്തിട്ടാണ് അവർ പോകുന്നത് കേട്ടോ. അപ്പോൾ വേദ പറയുന്നുണ്ട്, അച്ഛൻ രക്ഷപ്പെട്ടല്ലോ, സുരക്ഷിതമായി എത്തിയല്ലോ എന്നൊക്കെ പറയാണ്. അപ്പോൾ കമലയും പറയാണ്, മാഷേ എന്താ എന്ന് ചോദിക്കാണ്. അപ്പോൾ മാഷ് പറയുന്നുണ്ട്, കമല നീ ടെൻഷൻ അടിക്കാതെ, എനിക്കൊന്നും ഇല്ലല്ലോ, എന്താ കാര്യം എന്ന് ചോദിക്കാണ്. അപ്പോൾ കമല നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പറയുമ്പോഴേക്കും സുധാകരൻ മാഷ് അത്ഭുതപ്പെട്ടു പോവുകയാണ്. അപ്പോൾ വേദയാണ് ഇത് രക്ഷിച്ചത്, വേദയുടെ ബുദ്ധിയാണെന്നുള്ള കാര്യമൊക്കെ അവരറിയാണ്. അങ്ങനെ മാഷ് വേദയോട് നന്ദിയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്